അച്ഛൻ വെള്ളം. ഇതും ശരിയായില്ല അല്ലേ? ദേവരാജ് സാർ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ? സാറ് വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യം? കട്ടിയുള്ള പണിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ മുഖം മാറി. ഓഫീസിൽ എന്തെങ്കിലും? ഓഫീസ് അച്ഛാ, ഫോൺ ശരിയാക്കി കിട്ടിയോ? എത്ര നാളായി അച്ഛാ? ഇനി ഒരു 2 ആഴ്ച കൂടി കഴിയുമെന്നാണ് അവർ പറയണത്. ഇപ്പൊ തന്നെ 2-3 ദിവസത്തെ ക്ലാസ്സായി മിസ്സാവുന്നു. നീ ഒരു 2 ആഴ്ചയും കൂടി രമേശൻ ചേട്ടൻ്റെ ഫോൺ മേടിച്ച് ഉപയോഗിക്ക്, പുള്ളി തരും. ഞാൻ ഇനി അത് വാങ്ങിക്കില്ല. അതെന്താടി? എനിക്കത് ഇഷ്ടമല്ല. എന്റെ ബുക്ക് നീ എടുക്കണ എന്തിനാ? താ. ഞാൻ തരില്ല. നിന്റെ അടുത്ത് മര്യാദയ്ക്കാൻ പറഞ്ഞ ബുക്ക് താ. ഇല്ല, ഞാൻ തരില്ല. തരാൻ പറഞ്ഞില്ലേ? ബുക്ക് താ. ഇല്ല, പോടി പോ. ബുക്ക് താ. എന്താടാ ഇവിടെ? രണ്ടിനും നല്ല പെട വെച്ച് തന്നാലുണ്ടല്ലോ. ഇവളെ എന്നെ ആദ്യം തല്ലിയത്. മിണ്ടായിരുന്നു പഠിക്കടാ. ഇങ്ങനെ ഏത് നേരം ഇത് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എന്തായാലും പോവാൻ പറ്റില്ല. എല്ലാവരെയും വീണ്ടും ഒന്ന് കാണാനൊരാഗ്രഹം. അല്ല, നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ് അവർക്ക് എങ്ങനെ കിട്ടി? കഴിഞ്ഞ ആഴ്ച രാകേഷിനെ നമ്മുടെ ശ്രീധരേട്ടൻ്റെ ചായക്കടയിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു. അവൻ 2 വർഷം സീനിയറായിട്ട് കൂടെ പഠിച്ചതാ. മധുരക്ക് ഫാമിലി ആയിട്ട് എന്തോ ടൂറ് പോകുന്നു. അവിടെ വെച്ചിട്ടാ അവൻ എൻ്റെ അഡ്രസ്സ് മേടിച്ചത്. അവനൊന്നും വിളിക്കാൻ പറ്റില്ല, വലിയ തഹസിൽദാരാ. പുള്ളിക്കാരനായിരിക്കുള്ളൂ എൻ്റെ അഡ്രസ്സ് അവർക്ക് കൊടുത്തേക്കുന്നത്. അച്ഛനപ്പം നാട്ടിൽ പോണ്ടോ? ഇനി ഇത്ര ദൂരം യാത്ര ചെയ്തിട്ട് വേണം അച്ഛൻ്റെ അസുഖം കൂടാൻ. നീ മിണ്ടാതെ അവിടെ ഇരുന്ന് പഠിച്ചേടാ. എന്നാണ് അച്ഛൻ്റെ റീയൂണിയൻ? ആഗസ്റ്റ് 22. എനിക്ക് അച്ഛൻ്റെ നാടൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ നീ? ഓരോ ദിവസം എങ്ങനെ ജീവിച്ചു പോണേന്നറിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ വീട്ടിൽ അടിമപ്പണി ചെയ്തിട്ടാ ജീവിക്കാനുള്ള വക ഉണ്ടാക്കുന്നത്. അപ്പോഴാ ഒരു റീയൂണിയൻ, അതും ഇത്രയും ദൂരെ. യാത്രാക്കൂലിക്ക് കാശ് വേണ്ടേ? ഉടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ഡ്രസ് ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ നല്ല ഡ്രസ്? ഇതിനൊക്കെ ആകാശത്തുനിന്ന് പണം പൊട്ടി വീഴുമായിരിക്കും. സ്വന്തമായിട്ടൊരു വീടും കൂടി ഉണ്ടാക്കാൻ ബാക്കിയുള്ള ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. അതിനിടക്ക ഒരു റീയൂണിയൻ. ആരും പോണ്ട, ഒരാളും പോണ്ട.